കല്യോട്ടേക്ക് പോയാൽ കാസർഗോഡ് കല്യോട്ടാണ് ഈ നിഷ്ഠൂരമായ ഇരട്ടക്കൊലപാതകം അന്ന് 2019 സംഭവിച്ചത്. അവിടെ നിന്ന് സരീഷ് പി കെ ചേരുകയാണ്. സരീഷ്, ആ നാടും കാത്തിരിക്കുകയാണ്. എന്താണ് ഈ കുറ്റവാളികൾക്കുള്ള വിധി എന്താണ് എന്നറിയാൻ? കല്യോട്ട് തീർച്ചയായും ഈ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ജന്മനാട്, അതോടൊപ്പം തന്നെ ഈ കൊലപാതകം നടന്ന നാട്, അതിനുശേഷം തുടർച്ചയായി ഈ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നാട് കൂടിയാണ് കല്യോട്ട്. അതുകൊണ്ട് തന്നെ എന്താവും ഈ വിധി, ഓരോ പ്രതികൾക്കും ഏത് തരത്തിലുള്ള ശിക്ഷയാവും നൽകുക തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ കല്യോട്ടും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടികൾക്കും ശക്തിയുള്ള ഒരു കേന്ദ്രമായതുകൊണ്ട് തന്നെ സുരക്ഷ മുൻനിർത്തി, അല്ലെങ്കിൽ ഈ അക്രമ സാധ്യത മുൻനിർത്തി വലിയ രീതിയിലുള്ള സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ 2 ഡിവൈഎസ്പിമാർക്കാണ് ഇപ്പോൾ ഈ ക്രമസമാധാനത്തിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ആ 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 3 KAP ബറ്റാലിയനുകൾ, അതായത് കാസർഗോഡെയും കണ്ണൂരിലെയും ഉൾപ്പെടെയുള്ള KAP ബറ്റാലിയനുകളും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ ദിവസവും സമാനമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ മുൻനിർത്തി, അതായത് ഈ സുരക്ഷ മുൻനിർത്തി അല്ലെങ്കിൽ സുരക്ഷ വേണം എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഉടൻ തന്നെ സർവകക്ഷി യോഗം വിളിക്കുകയും മുഴുവൻ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് ഒരു തരത്തിലുള്ള പ്രകടനങ്ങളോ ഒപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാവരുത് എന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ 144 ഇവിടെ, അതായത് ഈ വിധി വരുന്ന പശ്ചാത്തലത്തിൽ 144 പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ പോലും നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലൊരു നിർദ്ദേശം, അതായത് ഈ നിരോധനാജ്ഞയുടെ ആവശ്യമില്ല എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ന് ഈ കല്യോട് മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലെടുത്തത്. പക്ഷേ ഒരു തരത്തിലും പ്രകോപനങ്ങൾ ഉണ്ടാവരുത്, പ്രകടനങ്ങൾ ഉണ്ടാകരുത് എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടവും പോലീസും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം മുൻപ് ഈ കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ ഈ കല്യോട്ട് നഗരത്തിൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രവർത്തകർ പ്രകടനം നടത്തുകയും CPM ഓഫീസുകൾക്ക് നേരെ, ഈ പാർട്ടി ഓഫീസുകൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാവുകയും ഈ ഓഫീസുകൾ തീയിടുകയും ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കർശനമായ നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ അത് മറികടന്ന് ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രകടനം നടത്തിയേക്കും എന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടായാൽ അതിനെ നേരിടുക എന്ന രീതിയിലാണ് ഇപ്പോൾ 2 ഡിവൈഎസ്പിമാരുടെയും ACPയുടെയും നേതൃത്വത്തിൽ കൃത്യമായ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികളുടെ വീടുകൾക്കുൾപ്പെടെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി സരീഷ്, എന്തായാലും 11 മണിയോടെ കോടതി ചേരും. പ്രതികളെല്ലാം തന്നെ കോടതിയിൽ പ്രതികളെല്ലാം എത്തിച്ചിട്ടുമുണ്ട്. വിധിക്കായി കാത്തിരിക്കുകയാണ് കേരളവും. വിവരങ്ങൾ നൽകിയായിരുന്നു ഷബ്നാസിയാദും ആസിഫും. സരീഷ് PK.